ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 48-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ഇല്ല മോളെ, അന്ന് കോരസാറിൻ്റെ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. അതുകൊണ്ട് നിന്നെപ്പോലെ തന്നെ ഞാനും വല്ലാത്തൊരു തിരക്കിലായിരുന്നു. വല്ലാത്തൊരു വേദനയോടെ അത് പറയുമ്പോൾ റാം സാറിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ ദിവസങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. ആ പഴയ ഓർമ്മകളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സോടി. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നോവ അന്ന് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങി. ഡാഡി, ആമിക ചേച്ചിക്ക് കട്ട സപ്പോർട്ടായിരിക്കണം കേട്ടോ. ഡാഡിയുടെ ജോലി തെറിച്ചാലും വേണ്ടില്ല, ചേച്ചിയെ പ്രൊട്ടക്റ്റ് ചെയ്തോളണം. തൻ്റെ മകളുടെ വലിയ മനസ്സും ആമികയോടുള്ള ആ സ്നേഹവും ഓർത്തപ്പോൾ റാമിൻ്റെ ഹൃദയത്തിലേക്ക് എന്തെന്നില്ലാത്തൊരു വേദന പടർന്നു. ആമിക റാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്പനേരം ആലോചനയിൽ മുഴുകിയതിന് ശേഷം പതുക്കെ പറയാൻ തുടങ്ങി. അങ്കിൾ, നമ്മൾ കരുതുന്നത് പോലെ നോവക്കുട്ടി ഈ വീട്ടിൽ സന്തോഷവതി ആയിരുന്നില്ല. മറ്റു കേസുകളിലെ പോലെ തന്നെ ഇവിടെയും ഒരു വലിയ പ്രശ്നമുണ്ട്. കേൾക്കുമ്പോൾ അങ്കിളിന് ശരിക്കും സങ്കടമാകുന്ന ഒരു കാര്യം. അവളുടെ വാക്കുകളുടെ ഗൗരവം കണ്ട് റാം അവളെ തന്നെ ഉറ്റുനോക്കി. തൻ്റെ മകളുടെ മരണത്തിന് പിന്നിൽ താൻ പോലും അറിയാത്ത എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ പിതാവ് തളർച്ചയോടെ അവളുടെ കട്ടിലിലേക്കിരുന്നു. എൻ്റെ മകൾ പോയി, ഇനി അതിലും വലിയ എന്ത് സങ്കടമാണ് എനിക്ക് വരാനുള്ളത്? എന്താണെങ്കിലും മോള് പറഞ്ഞോ. റാം അവളെ കേൾക്കാനായി കാത്തുനിന്നു. അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന കൈകൾ മേശപ്പുറത്ത് മുറുകി. ആമിക ശ്വാസം അടക്കി പിടിച്ചു. ആ നോട്ട്ബുക്കിലെ സത്യങ്ങൾ അദ്ദേഹത്തോട് പറയണോ? ആ വേദനയെ താങ്ങാൻ ആ ഹൃദയത്തിനാകുമോ? ആമികയുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ നോവയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സത്യം തുറന്നു പറയുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് തിരിച്ചറിവോടെ അവൾ സാവധാനം പറയാൻ തുടങ്ങി. അങ്കിൾ, നോവക്കുട്ടി അവളും മരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് സത്യം. ദേ നോക്കിയേ ഈ വാക്കുകൾ. ആമിക നോവയുടെ നോട്ട്ബുക്ക് റാമിന് നേരെ നീട്ടി. അതിലെ ഓരോ വരികളും വായിക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ മകൾ, താൻ അവൾക്ക് എല്ലാ സുരക്ഷിതത്വവും കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതി. പക്ഷെ അവൾ... എങ്കിലും തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ആരായിരുന്നു അവളുടെ സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കിയത്? ആ അക്ഷരത്താളുകൾ നെഞ്ചിനെ കീറി മുറിക്കുമ്പോൾ അദ്ദേഹം സ്വയം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് തുള്ളികളായി കണ്ണുനീർ അടർന്നു വീണു. ആരെയായിരിക്കും ഇതിൽ അവൾ ഉദ്ദേശിച്ചിരിക്കുക? ഈ ചോദ്യങ്ങൾ അങ്ങയെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കാതിരിക്കാനാകില്ലല്ലോ. ആമിക അതികഠിനമായ വേദനയോടെ ചോദിച്ചു. നെഞ്ചിൽ കൈവച്ച് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയോടെ അദ്ദേഹം ഒരു പുലമ്പൽ പോലെ പറഞ്ഞു. മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ പതിവായി വരുന്നവർ പലരുമുണ്ട്. അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് വരെ. പക്ഷേ ഒരിക്കൽ പോലും അവരിലാരും മോളെ വേദനിപ്പിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ വാക്കുകളിൽ അലയടിച്ച പശ്ചാത്താപവും സങ്കടവും ആ മുറിയിലെ അന്തരീക്ഷത്തെ കൂടുതൽ കനത്തതാക്കി. നോവയുടെ നിഷ്കളങ്കമായ ലോകം തകർത്തത് ആരായിരിക്കുമെന്ന ചോദ്യം ആമികയുടെ ഉള്ളിൽ നിറഞ്ഞു. ഡാഡി, ഈ രാഹുൽ, അവനെ എനിക്കിഷ്ടമല്ല. അവനോട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. പെട്ടെന്നാണ് കുറേ നാളുകൾക്ക് മുൻപ് നോവ പറഞ്ഞ ആ വാക്കുകൾ റാമിൻ്റെ കാതുകളിൽ മുഴങ്ങി. പക്ഷേ അത് പതിവുള്ളതാണ്. ചെറുപ്പം മുതൽ രാഹുലും നോവയും നല്ല കൂട്ടുകാരാണ്. അവർ തമ്മിൽ വഴക്കിടുമ്പോൾ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കാറ് പതിവുള്ളതാണ്. അന്നൊരു ചിരിയോടെ റാം അവളുടെ വാക്കുകളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ രാഹുൽ... ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ രാഹുലിനോടൊപ്പം അവൾ പുറത്തു പോകുന്നുവെന്ന് പറയുമോ? പക്ഷേ ആ യാത്ര എന്നത് ഒരു നുണയായിരുന്നല്ലോ. ഇവിടെ ഇല്ലാത്ത രാഹുലിനൊപ്പം അവൾ എങ്ങനെ പുറത്തുപോയി? ആ ചോദ്യം റാമിനെ വല്ലാതെ അലട്ടി. ചിന്താഭാരത്തോടെ അദ്ദേഹം ആമികയെ നോക്കി. റാമിൻ്റെ മുഖത്തെ മനോവിഭ്രമം ആമിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ശത്രുവിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതെന്തു തന്നെയാണെങ്കിലും അത് നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, ആമിക ദൃഢതയോടെ പറഞ്ഞു. മോളെ, രാഹുൽ, അവൻ നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവനോട് ഇനി ഇവിടെ വരരുതെന്ന് പറയാൻ എൻ്റെ മോൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു.
അതൊരു പതിവ് പിണക്കമായിരിക്കുമെന്ന് കരുതിയതുകൊണ്ട് ഞാനതത്ര കാര്യമാക്കിയില്ല. പക്ഷേ അവസാനത്തെ ആ പിണക്കത്തിന് ശേഷം ഒരിക്കൽ പോലും അവരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഇതെൻ്റെ സംശയം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വർഷയ്ക്ക് പറയാനായേക്കും. പക്ഷേ അവൾ... റാം പറഞ്ഞു നിർത്തി. വർഷയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവളിൽ നിന്ന് എങ്ങനെ വിവരങ്ങൾ ചോദിച്ചെടുക്കുമെന്ന ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നെളിച്ചു. നോവയുടെ ജീവിതത്തിലേക്ക് രാഹുൽ എന്ന പേര് ഉയർന്നു വന്നപ്പോൾ ആമികയുടെ മനസ്സിൽ സംശയത്തിൻ്റെ പുതിയൊരു നൂൽപ്പുഴ ഒഴുകി തുടങ്ങിയിരുന്നു. ഓക്കെ അങ്കിൾ, രാഹുൽ എന്നത്തേക്ക് വരുമെന്നറിയാമോ? എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തായാലും അവർ തമ്മിലുള്ള പിണക്കം എന്താണെന്ന് ചോദിച്ചറിയണമല്ലോ. നോവക്കുട്ടിയുടെ മരണവും രാഹുലും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്ര ഹൃദയത്തിലേറ്റിയിരുന്നു അവൾ അവനെ. അവനെനിക്ക് മരിച്ചുപോയ എൻ്റെ ബ്രദർ കുഞ്ഞിനെ പോലെയാണെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആമികയുടെ സ്വരമിടറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിശബ്ദത അവർക്കിടയിൽ തങ്ങി നിന്നു. ഡാഡി, നോവയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതവൾ ആരോടോ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സൈബർ സെല്ലിലേക്ക് നമ്പർ അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? റാം സാറിനെ പോലെ ഇത്ര ഉന്നതനായ വ്യക്തിയുടെ വീട്ടിൽ ആ കുഞ്ഞ് ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നത് വിശ്വസിക്കാനാവുന്നില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ആമികയുടെ വാക്കുകൾ സമ്മാനിച്ച ഞെട്ടലോടെ ജയൻ ചോദിച്ചു. അതൊക്കെ പറയാം ഡാഡി. തൽക്കാലം എനിക്ക് അത്യാവശ്യമായി ഓഫീസിലെത്തണം. ഇന്ന് തന്നെ ഒരു ടീം അറേഞ്ച് ചെയ്യണം. ഡാഡി നിർദ്ദേശിച്ച ആളുകൾ കൂടാതെ കോർസാറിൻ്റെ കേസിൽ എനിക്കൊപ്പം സസ്പെൻഷനിലായ അജിയെയും സലീമിനെയും കൂടെ കൂട്ടണം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു കേസാണ്. അവൾ അത് പറയുമ്പോൾ ജയൻ ആകുലതയോടെ തലയാട്ടി. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. വല്ലാത്തൊരു വെപ്രാളത്തോടെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. സോറി അച്ഛാ, തിരക്കായിരുന്നു. എന്തെങ്കിലും വിശേഷിച്ച്? ഫാദർ പീറ്ററിനെ പറ്റി എന്തോ പറയാൻ പോകുന്നുവെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആമിക നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ മറുവശത്തു നിന്നും കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അവൾ തരിച്ചു നിന്നു. മോളെ, നമ്മുടെ പള്ളി സെമിത്തേരി പുതുക്കി പണിയുകയായിരുന്നു. അവിടുത്തെ കപ്പേളയിൽ അടക്കം ചെയ്തിരുന്ന വല്യച്ഛൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നിനു പകരം 2 മനുഷ്യരുടെ തലയൂട്ടിയും അസ്ഥികൂടവും. അച്ഛന്മാരുടെ കല്ലറയിൽ വേറെ ആരെയും അടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാലും മോളെ കൂടി അറിയിക്കണമെന്ന് തോന്നി. അത് മോൾ അന്വേഷിച്ച് നടക്കുന്ന ആരുടെയെങ്കിലും ആയിരിക്കുമോ എന്നൊരു സംശയം. ആ വാർത്ത കേട്ടതും അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അതെൻ്റെ വിഷ്ണുവേട്ടൻ്റേതാവരുതേ, അവൾ ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭയം ഒരു മഞ്ഞുകട്ട പോലെ അവളുടെ ഉള്ളിൽ പടർന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.